ഫ്രണ്ട്സ്, അപ്പോൾ കീം അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവർക്കും കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് കീമിൽ അടച്ചിട്ടുള്ള ഫീസ് കൂടാതെ ഓരോ കോളേജസിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ്, മറ്റ് ഫീസുകൾ, അതുപോലെ തന്നെ അവിടുത്തെ കോളേജിൽ എക്സ്ട്രാ ഫീസ് അടയ്ക്കുകയാണെങ്കിൽ ആ ഫീസൊക്കെ കോളേജിൽ അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഡാറ്റ ഷീറ്റ്. അപ്പോൾ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ തൊട്ടടിയിൽ കിടക്കുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ കീം ഡാറ്റ ഷീറ്റ് കിട്ടും. അപ്പോൾ ഡാറ്റ ഷീറ്റ് തപ്പി വേറെ എവിടെ നടക്കേണ്ട കാര്യമില്ല. പല കുട്ടികൾക്കും ഡാറ്റ ഷീറ്റ് എവിടെ കിട്ടുമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ കീം ഡാറ്റ ഷീറ്റ് വേണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ അലോട്ട്മെന്റ് മെമ്മോ ഉണ്ട്. ഇത് രണ്ടും കീമിൻ്റെ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ രണ്ട് കാര്യങ്ങളും കിട്ടുന്നത്. സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് +1 +2, അതുപോലെ തന്നെ നാറ്റ സ്കോർ കാർഡ്. അത് നമുക്ക് പ്രിന്റ് എടുത്താൽ മതിയാവും. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരും വെക്കേണ്ടതല്ല. നമ്മൾ വേറെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിച്ചു വന്നിട്ടുള്ളവർക്കാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. അതുപോലെ തന്നെ ഫീ റെസിപ്റ്റ് അടച്ചതിൻ്റെ ഫീസിൻ്റെ റെസിപ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് +1 +2 സർട്ടിഫിക്കറ്റ്. പിന്നെ എല്ലാവരും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വളരെ മസ്റ്റായിട്ട് മേടിക്കേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കാശിലവില്ലാതെ സിമ്പിളായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കീമിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റെല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽസ്, ലൈക്ക് നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് അക്ഷയന് മേടിച്ചതാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി അങ്ങനെയൊക്കെ പെടുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മേടിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ വേണം. അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോ കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് സീറ്റ് കൺഫേം ആവണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതാത് കോളേജസിൽ പോയി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ആയിട്ട് കിട്ടിയെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി ഈ വീഡിയോ ചെയ്തത്. ഇനി അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളവർക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാവണമെങ്കിൽ കൺഫർമേഷൻ ബട്ടൺ കൊടുക്കണം, അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് നമ്മൾ ഫീസ് അടച്ച് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾ സ്വന്തമാക്കണം. അതങ്ങനെ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നു മാത്രമല്ല ടോട്ടൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്താവുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർഡ് അല്ലേ? അപ്പോൾ നിങ്ങൾ പോയി കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.